നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ഫേമസ് അല്ലാത്ത സൂപ്പർ ഹീറോകളെക്കുറിച്ച് കുറച്ച് ഫാക്റ്റ് പറയുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഈമാനാണ്. അതായത് ബാലഭൂമിയിലെ കഥാപാത്രമായ ഈമാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൂടുതലായും സെർച്ച് ലിസ്റ്റിൽ പോലും അവൈലബിൾ അല്ലാത്ത ഒരു കഥാപാത്രമാണ്. അതായത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ സെർച്ച് ചെയ്താൽ പോലും ലഭിക്കാത്ത ഒരു കഥാപാത്രമാണ് ഈമാൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈമാനെക്കുറിച്ചുള്ള ചില രസകരമായ ഫാക്റ്റാണ്. അതായത് എൻ്റെ ചില കണ്ടെത്തലുകളും ചില അന്വേഷണങ്ങളും ഒക്കെയാണ്. ഈമാൻ എന്ന് പറയുന്ന കഥയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് പ്രൊഫസർ ബ്രഹ്മ ഒരു ഇലക്ട്രോണിക് ചിപ്പ് കണ്ടുപിടിക്കുന്നു. ആ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ കഥാപാത്രമായി മാറാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മരുമകനായ ബസന്ത് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കഥാപാത്രമായ വസന്തിന് ഇത് കൊടുക്കുകയും അദ്ദേഹം ഈമാനായി മാറുകയും തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈമാൻ കഥയെ കാണിക്കുന്നത്. മീര എന്നാണ് പ്രൊഫസർ ബ്രഹ്മയുടെ മകളുടെ പേര്. അപ്പോൾ എൻ്റെ വായന ശരിയാണ്, ഇതെങ്ങനെയാണ് അതിൻ്റെ കഥ ശരിക്കും പോകുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മിസ്റ്റർ എക്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തെ ഒരിക്കൽ പോലും ഈമാൻ കഥയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രൊഫസർ ബ്രഹ്മയും അതുപോലെ തന്നെ വസന്തുമാണ് ഈമാൻ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഈ മിസ്റ്റർ എക്സിന് അറിയില്ല. അതുപോലെ തന്നെ മിസ്റ്റർ എക്സ് ആരാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരുപാട് എപ്പിസോഡുകൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരിക്കൽ പോലും മിസ്റ്റർ എക്സിനെ കാണിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു അനുമാനം. അടുത്ത നമുക്ക് ഈമാൻ്റെ കോസ്റ്റ്യൂം നോക്കാം. റോബിൻ എന്ന് പറയുന്ന ബാറ്റ്മാനിലെ കഥാപാത്രത്തിൽ നിന്നായിരിക്കാം ഈമാൻ്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. റെഡ് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും ഒക്കെ ചേർന്ന ഈ കോസ്റ്റ്യൂം ഒരു പക്ഷേ ഈ റോബിൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ആദ്യകാലത്ത് ബസന്ത് ഈമാനായി ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മുടി ഉണ്ടാകാറില്ല. ആദ്യകാലത്തൊരു മൊട്ടത്തലയുള്ള ഈമാനെയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഈമാൻ അങ്ങനെയായിരുന്നു. കണ്ണിലായിരുന്നു കണ്ണട പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ഐക്ലോപ്സിൻ്റെ ഒക്കെ കൂട്ട്. പിന്നീട് എപ്പോഴാണ് ഈ ചേഞ്ച് വന്നത്, മുടിയുള്ള കഥാപാത്രം വന്നതും കണ്ണിൽ നിന്ന് കണ്ണട മാറിയതുമൊക്കെ. പൊതുവെ നമ്മൾ ഈമാൻ എന്ന് സെർച്ച് ചെയ്താൽ എനർജി മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കോമിക് ആയിരിക്കാൻ വരാൻ സാധ്യത കൂടുതൽ. ഈമാനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററീസ് ഒന്നും ഇല്ല, ഇൻ്റർവ്യൂകൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഞാൻ യൂട്യൂബിൽ അധികം സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഇനി നമുക്ക് ഈമാൻ്റെ പവർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്കറിയാം, മെയിൻ അദ്ദേഹം തീയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് അദ്ദേഹത്തിന് പറക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ശരവേഗത്തിൽ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മായാനും ഒക്കെയുള്ള കഴിവ് ഈമാനുണ്ട്. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഞാനങ്ങനെ കോമിക്ക് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ DC-യുടെ ഫയർ സ്ട്രോം എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഈമാനെ ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അതിനകത്തും ഈമാനുമായിട്ട് നല്ല സിമിലാരിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടാക്കിയത് റോബിനിൽ നിന്ന് തന്നെ ആയിരിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി മറ്റൊരു വിഷയമായിട്ട് വരാം.